അല്ലേ നമുക്കിപ്പോ ഞാൻ പരിപാടിക്ക് മൂലരെ കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? ആളെ കിട്ടിയിട്ടില്ല. ആളെ കിട്ടിയിട്ടില്ലേ? അതിനിപ്പോ ഞാൻ കുറച്ച് ആടാ നമ്മളെ ഇല്യാസില്ലേ, ഓന്റെ അടുത്തൊരു മൂല്യരുണ്ട്. ആ മൂല്യരെ കണ്ടാല് അയാൾ നല്ല പരിപാടി എടുത്തിട്ടുണ്ട്. ഓനോടൊന്ന് മുട്ടിയൊക്കെ ചിലപ്പോ ഓനെ കണ്ടാല് അടിപൊളിയാണ്. അപ്പൊ അയാളെ കണ്ടിട്ട് അത് ഭയങ്കര പൈസയാണ് ഡൗട്ട് ഉണ്ട്. മൂപ്പരോടൊന്ന് ചോദിച്ചിട്ട്, ഇല്ലാസിനോട് ചോദിച്ചിട്ട് മൂപ്പരോടൊന്ന് മുട്ടാ, അത് നല്ലത്. അവിടെ പീടിയിലെ എവിടെ ഉണ്ടായിരുന്നു, അവിടെ താഴത്ത്. അതൊന്ന് പോയോക്കിയാലോ? ഇല്ലാസല്ല അവിടെ ഇരിക്കണേ? പീടിയിലായിരിക്കും. ഇല്ലാസേ, എന്നോട് കാര്യം പറയാനുണ്ട്. എടാ നമ്മളെ ഈ മാസം ഒരു പരിപാടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങക്ക് എന്തില്ല ഉസ്താമാരെ കിട്ടിയിട്ടില്ലേ? അല്ലടാ ചങ്ങായിമാരെ, ഈ ഉസ്താമാരുടെ ഡേറ്റ് കിട്ടാതെ പരിപാടിയുടെ ഡേറ്റ് ഫിക്സ് ആയി. എടാ ഞങ്ങൾ ഡേറ്റിന്റെ കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കണേ. അല്ല, ഇപ്പൊ നിങ്ങൾ ഏതാ വിഷയം ഉദ്ദേശിക്കണോ? എടാ അവിടെ പൂപ്പലത്ത് സംസാരിച്ചില്ലേ വിഷയം, അതിന്റെ ബാക്കി ഭാഗം പറയേണ്ടത്. ശരി. ഏതായാലും ഞാൻ ഉസ്താദിനോടെ സംസാരിച്ചു നോക്കട്ടെ. ഉസ്താദേ, അസ്സലാമു അലൈക്കും. കുഴപ്പമില്ല, സുഖാണേ, വളരെ സുഖാണ്. ഞാന് പിന്നെ ചെറിയ തിരക്കില്, നാട്ടിൽ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, അതിന്റെ തിരക്കിലായിരുന്നു. എന്താ വിഷയം? ഞാൻ വരാം. എന്താ വിഷയം? നമ്മളെ എന്റെ നാടിന്റെ അപ്പുറത്ത്, തൊട്ടപ്പുറത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ വലിയൊരു പരിപാടി തീരുമാനിച്ചിരിക്കണു ഈ മാസം ലാസ്റ്റ്. അപ്പൊ അതിനിപ്പോ നിങ്ങൾക്ക് ഉസ്താദിന് ഒഴിവുണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിട്ടേ ഓരോ എന്നോട് ചോദിച്ചതാണ്. 27-28 തീരുമാനിച്ചു വെച്ചിരിക്കണ അങ്ങനെയാണ്. അപ്പൊ നിങ്ങളെ ഡേറ്റ് കിട്ടിയിട്ട് അതിനനുസരിച്ച് തീരുമാനം പറയാൻ തന്നെ നിൽക്കാനാണ്. പിന്നെ അല്ലേ 27-28 ആണ് ഒരു പറയുന്നത്. ഡേറ്റ് ഒന്ന് നോക്കാം. പരിപാടിയുണ്ട് നമുക്ക്. 25-26 അതെ. ഇപ്പൊ നോക്കിട്ട് പറയണപ്പോ 25-26 ഒഴിവ്, 27-28 ഒഴിവില്ല. അത് വല്ലപ്പോഴും പിന്നെ ചെങ്ങലയിലെ ഇവിടേക്ക് പരിപാടികളുണ്ട് ഈ പറഞ്ഞ ഡേറ്റിന്. അപ്പൊ ഒന്നും ഒഴിവില്ല. അപ്പൊ എന്താ ചെയ്യാ? അത് കുഴപ്പമില്ല. ഓലെ പിന്നെ ഈ മാസം ലാസ്റ്റ് ഒക്കെ ഒരു ഡേറ്റ് തീരുമാനിച്ച് വെച്ചിരിക്കണെന്ന് പറഞ്ഞു. 25-26 ഒഴിവിച്ച് നമുക്ക് ആ ഡേറ്റിന് പരിപാടി നടത്താന്നവരോട് പറഞ്ഞു നോക്കാം. ഇവര് എന്താ പരിപാടി ഉദ്ദേശിക്കുന്നത്? പിന്നെ പഴയമാര് നാടന്മാര് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും വിഷയം തന്നെ പറയേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ആണോ? ഓലെന്താണെങ്കിലാ പറഞ്ഞില്ലേ, പിന്നെ പൂപ്പലത്ത് ആ ദജ്ജാലിന്റെ വിഷയം. ആ വിഷയം തന്നെ അതിന്റെ ബാക്കി ഭാഗം ഇവിടെ പറയണമെന്ന് അവര് പറയണത്. ദജ്ജാലിനെ കുറിച്ച് തന്നെ കഥ. അല്ല ഉസ്താദ്, എത്രയാ പോരോട് നമ്മള് ഫീസ് പറയേണ്ടത്? ഫീസേ അതായത് നമ്മൾ സാധാരണ വാങ്ങുന്ന ഫീസ് മതി. ഇപ്പൊ അത് പ്രത്യേകിച്ച് ഇജ്ജ് പറഞ്ഞത് അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ടത്. അപ്പൊ അതിന്റെ ഉദ്ദേശമല്ല, ചെല്ലലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയൊക്കെ 50 ഉറുപ്പിക വരണതാ. 50 ഉറുപ്പിക തരാം അല്ലേ? 50 ഉറുപ്പിക തരാം. അപ്പൊ ഏകദേശം 2 ദിവസം കൊണ്ട് വരൂലേ? 2 ദിവസം പറയണത്. 2 ദിവസം പറയും. 2 ദിവസം കൊണ്ട് വരണമെങ്കിൽ 50. ഒരു ദിവസത്തിന് 50 പറഞ്ഞാ പോരെ? അത് മതി. എന്നായിക്കോട്ടെ ഉസ്താദ്, ഞാൻ അവരോട് സംസാരിച്ചിട്ടേ നിങ്ങൾക്ക് വിളിക്കാം. 25-26 ഡേറ്റ് ഇപ്പൊ നമുക്ക് ഇല്ലത്. ഞാൻ അവരോട് സംസാരിച്ചിട്ട് ആയിക്കോട്ടെ, ഞാൻ വിളിക്കണ്ടേ? ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, പിന്നെ 25-26 പോലെ ഒന്ന് വയനാട്ടിൽ വിളിക്കാന്ന് പറഞ്ഞില്ല. ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്താ കേട്ടോ. സ്ഥലം മൂപ്പല എന്താ പറഞ്ഞത് ഒരു ഡിക്ലെയർ ചെയ്യാം. പിന്നെ മുസ്തഫ, ഞാനേ പിന്നെ ഉസ്താദിനെ കണ്ടിരുന്നു. എന്ത് ഉസ്താദ് പറഞ്ഞു? ഉസ്താദിനെ പിന്നെ 25-26 പിന്നെ ഡേറ്റ് ഉണ്ട്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ 25-നും 26-നും പരിപാടി നടത്താന്ന് ഉസ്താദ് പറഞ്ഞേക്കണ്. എന്താ കഥ? 25-26 പറഞ്ഞേക്കണേ. അത് കുഴപ്പമില്ല. 28-29 അത് ഇല്ലാറില്ലേ? എന്താ കുഴപ്പമില്ല. ഉസ്താദിന് എന്താ കൊടുക്കേണ്ടി വരിക? ഉസ്താദിനെ പിന്നെ ദജ്ജാലിനെ കൊല്ലണ വിഷയമാകൊണ്ട് പിന്നെ 65 ഉറുപ്പിക ഉസ്താദിന് കൊടുക്കേണ്ടി വരിക. ഉസ്താദ് ഇപ്പൊ അങ്ങനെ പറഞ്ഞേക്കണത്.
65 കൂടുതലടാ. ദജ്ജാലിനെ കൊല്ലണ വിഷയമാവണ്ടേ 65 എന്തായാലും കൊടുക്കേണ്ടി വരും. 500 റുപ്യ കുറക്കൂല മൂപ്പര്. കൊല്ലാൻ 65 ഇപ്പൊ പറഞ്ഞല്ലേ. രസം കൂടുതൽ കൊല്ലൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. അതിന് എത്രയാവുന്നു ചോദിച്ചോക്കാം. അതന്നെടാ അപ്പൊ ഞാൻ പറഞ്ഞോണ്ടാണ് പിന്നെ 65 മൂപ്പര് പറഞ്ഞത്. അത് 80, 75, 80 ഒക്കെ പറയണതാണ് മൂപ്പര് സാധാരണ. ഞാൻ പറഞ്ഞോണ്ടപ്പോ 65 പറഞ്ഞിരിക്കണത്. 65 കുറയില്ലല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇജ്ജു എന്റെ ഉസ്താദ് ഇരുന്നുങ്ങാണ്ടാണ് കൊല്ലൂടെ. ഞങ്ങളെ വേറെ ഏതൊരു ഉസ്താദ്മാരെ കിട്ടുമോ നോക്കട്ടെ. ഒന്ന് പോയങ്ങായി. ഏത് ഇജ്ജു എന്റെ ഉസ്താദും ഒരക്കീല ഉസ്താദ്